വൈ വി ഡു നീഡ് ഫിനാൻസ് കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് ഹൊറിസോണ്ടൽ ഇംബാലൻസ് ആസ് വെൽ ആസ് വെർട്ടിക്കൽ ഇംബാലൻസ് ആണ്. ഇന്ത്യ നമുക്കറിയാം ഒരു ഫെഡറേഷൻ ആണ്. കോസി ഫെഡറലൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളൊരു ഫെഡറേഷൻ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. അതായത് നമ്മുടെ ഒരു ഫംഗ്ഷനിങ് അങ്ങനെയാണ്. ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന പറയുന്നത് മേജർ ആയിട്ടൊരു നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസും നമുക്ക് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഫെഡറേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു സെൻട്രൽ ഗവൺമെന്റ് അതിനെ ഫോളോ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോമിന് പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ പറയുന്ന ഒരു ഫെഡറേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഫെഡറേഷന്റെ എക്സിസ്റ്റൻസ് നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രണ്ട് തരത്തിൽപ്പെട്ട ഇംബാലൻസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത് ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ഇംബാലൻസും വെർട്ടിക്കൽ ഇംബാലൻസ്. അപ്പൊ ഫിനാൻസ് കമ്മീഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏതാണ്? ഹൊറിസോണ്ടൽ ഇംബാലൻസും വെർട്ടിക്കൽ ഇംബാലൻസും ആണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇംബാലൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വെർട്ടിക്കൽ ഇംബാലൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് സെൻട്രൽ എന്ന് പറയും. ഓക്കെ, ഇതെന്താണെന്ന് അറിയോ? അതായത് വെർട്ടിക്കൽ ഇംബാലൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കളക്ഷൻ കപ്പാസിറ്റി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ഷൻ കപ്പാസിറ്റി ഏതാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അത്രത്തോളം ടാക്സ് കളക്ഷൻ കപ്പാസിറ്റി അവിടെ എന്തില്ല? സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് ഡെവല്യൂഷന്റെ ആവശ്യകതയുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വെർട്ടിക്കൽ ഡെവല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? 41% സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന ടാക്സിന്റെ 41% ആർക്കൂടെ അവകാശപ്പെട്ടാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനോട് അവകാശപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ ടാക്സ് കളക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് വെയിറ്റിംഗ് നേച്ചറിലാണ്. സെൻട്രൽ ഗവൺമെന്റ് ഹയസ്റ്റ് കപ്പാസിറ്റി ഉണ്ട്, അത്രത്തോളം കപ്പാസിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് ടാക്സ് കപ്പാസിറ്റി പിരിക്കാനുള്ള ഒരു പവർ സെൻട്രൽ ഗവൺമെന്റിന് ഉള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം കപ്പാസിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്തുണ്ട്? സ്റ്റേറ്റിനും സെൻട്രലിനും ഇടയിൽ വെർട്ടിക്കൽ ഇംബാലൻസ് ഉണ്ട്. വെർട്ടിക്കൽ ഇംബാലൻസ്. അപ്പൊ ടാക്സ് കളക്ഷൻ കപ്പാസിറ്റി സെൻട്രൽ ഗവൺമെന്റിന് കൂടുതലാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന് കുറവാണ്. ഈ ഒരു പ്രൊപ്പോർഷൻ ഇല്ലായ്മയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ ഇംബാലൻസ് എന്ന രീതിയിലേക്ക് നമുക്ക് അവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇംബാലൻസും ഉണ്ട്. എന്താണ് ഈ ഹൊറിസോണ്ടൽ ഇംബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ടാക്സ് ജനറേഷൻ, അതായത് ഇൻകം ജനറേഷൻ കപ്പാസിറ്റിയും അവരുടെ ഡെവലപ്മെന്റ് റിക്വയർമെന്റ്സും ഡിഫറെന്റ് ആണ് ബേസിക്കലി. ഓക്കെ, ഫോർ എക്സാമ്പിൾ മഹാരാഷ്ട്ര, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും അവരുടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ചെയ്യാനുള്ള ഇൻകം ആ സംസ്ഥാനത്ത് തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അത്രത്തോളം ഇൻഡസ്ട്രീസിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്ര പോലൊരു സ്റ്റേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. നേരെ തിരിച്ച് വേറെ പല സംസ്ഥാനങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേനും അവരുടെ ഇൻകം ജനറേഷൻ കപ്പാസിറ്റി എന്തിനോട് മാച്ചിങ് അല്ല? അവരുടെ ഡെവലപ്മെന്റൽ റിക്വയർമെന്റ്സിനോട് മാച്ചിങ് അല്ല. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഈ രണ്ട് തരത്തിൽപ്പെട്ട സംസ്ഥാനങ്ങളും ഉണ്ട്. അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അവരുടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ കപ്പാസിറ്റി ഉള്ള സംസ്ഥാനങ്ങളും ഉണ്ട്. എന്നാൽ ഡെവലപ്മെന്റ് സിനോറിയോ എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇൻകം ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് തികയാത്ത സംസ്ഥാനങ്ങളും ഉണ്ട്. അപ്പൊ ഒരേപോലെ മൂന്നോ അധികമോ സംസ്ഥാനങ്ങൾ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ എടുത്തു കഴിയുമ്പോഴത്തേനും അവരുടെ ഡെവലപ്മെന്റ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. കേരളത്തിന്റെ ഡെവലപ്മെന്റ് റിക്വയർമെന്റ്സ് അല്ല തമിഴ്നാടിന്റെ ഡെവലപ്മെന്റ് റിക്വയർമെന്റ്സ് അല്ല ഒഡീഷയുടെ അല്ല ഗുജറാത്തിന്റെ അല്ല വെസ്റ്റ് ബംഗാളിന്റെ, അതല്ല ജമ്മു കാശ്മീരിന്റെ. ഓരോ സംസ്ഥാനങ്ങളിലെയും ഡെവലപ്മെന്റ് റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ ഇൻകം ജനറേഷൻ കപ്പാസിറ്റിയും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അവിടെ എന്തുണ്ടായിരിക്കും? ഹൊറിസോണ്ടൽ ഇംബാലൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ഇംബാലൻസും വെർട്ടിക്കൽ ഇംബാലൻസും സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൊറിസോണ്ടൽ ഇംബാലൻസും വെർട്ടിക്കൽ ഇംബാലൻസും സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു ഫിനാൻസ് കമ്മീഷൻ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ വെർട്ടിക്കൽ ഡിവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് തിരിച്ചെടുക്കുന്ന ടാക്സിൽ നിന്ന് നിശ്ചിത ശതമാനം സംസ്ഥാന ഗവൺമെന്റിന് വീതിച്ചു കൊടുക്കുന്ന ആ ഒരു ഫോർമാലിറ്റി, അതിന് പറയുന്നതാണ് ഏത്? വെർട്ടിക്കൽ ഡെവല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റേറ്റ് ഗവൺമെന്റിന് ടാക്സ് പിരിക്കാനുള്ള കപ്പാസിറ്റി കുറവാണ്, എന്നാൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ് സെൻട്രൽ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് നിശ്ചിത വരുമാനത്തിൽ നിന്ന് നിശ്ചിത ശതമാനം ആർക്ക് കൊടുക്കേണ്ടതുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതിനാണ് നമ്മൾ വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടതാണ് 15th ഫിനാൻസ് കമ്മീഷൻ എത്രയാണ് ഡെവല്യൂഷൻ പറഞ്ഞിരിക്കുന്നത്? 41%. അതായത് സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന ടാക്സിൽ നിന്ന് 41% സംസ്ഥാനങ്ങൾ കൊടുക്കണം എന്നാണ് 15th ഫിനാൻസ് കമ്മീഷൻ നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ പറയുന്നത് 41% കൊടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ഏത്? വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, സോ അപ്പം വെർട്ടിക്കൽ ഡെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഫോം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. ടാക്സ് കപ്പാസിറ്റി, കളക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് കൂടുതലും സ്റ്റേറ്റ് ഗവൺമെന്റ് കുറവായതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ അഡീഷണൽ ഇൻകത്തിൽ നിന്ന് നിശ്ചിത ശതമാനം ആർക്ക് കൊടുക്കേണ്ടതുണ്ട്? സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. എന്താണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അലോക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ കിട്ടുന്നത് ഉത്തർപ്രദേശിനാണ്. എന്തുകൊണ്ടത് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല 41% വീതിച്ചു കൊടുക്കേണ്ടത്. അത് പക്ഷേ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്നത്, ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ റേഷ്യോയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അതിന്റെ അലോക്കേഷൻ വരുന്നത് ഉത്തർപ്രദേശിനാണ്. അപ്പൊ ഉത്തർപ്രദേശിന് എന്തുകൊണ്ട് അത്ര അലോക്കേഷൻ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഫോമുലയുണ്ട്. അപ്പൊ നമുക്ക് എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നതാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഫോമുല എന്താണെന്നുള്ളത്. ഫോമുലയ്ക്ക് അനുസരിച്ചാണ്, ആ ഫോമുലയാണ് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്ക് എത്ര കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഏത് ക്രൈറ്റീരിയ അനുസരിച്ച് എത്രത്തോളം ഓരോ സംസ്ഥാനങ്ങൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ഏത്? ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്നുള്ളതാണ്. ഓക്കെ, അതായത് എങ്ങനെ
അതായത് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള എത്ര ശതമാനം കൊടുക്കണം എന്ന് 15th ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് 41 14 അത് 42 പറഞ്ഞിരുന്നത്. 1% ജമ്മു കാശ്മീരിന് വേണ്ടി മാറ്റിവെച്ച് 41 വീതം കൊടുക്കണം എന്നാണ് ആര് പറയുന്നത്? 15th ഫിനാൻസ് കമ്മീഷൻ കൊടുക്കണം. അപ്പൊ എത്ര കൊടുക്കണം എന്ന് പറയുന്നതാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ. അത് എങ്ങനെയാണ് ആ ഒരു തീരുമാനം എടുത്തത്, എന്ത് ക്രൈറ്റീരിയ അനുസരിച്ചാണ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്? ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. അതിന്റെ ക്രൈറ്റീരിയ എന്താണ്, ഫോർമുല എന്താണ്, എന്ത് ഫോർമുല അനുസരിച്ചാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്, അതിനാണ് നമ്മൾ പറയുന്ന പേര് എന്ത്? ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. അപ്പൊ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എത്ര കൊടുക്കണം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡെവല്യൂഷൻ, എങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നത് എന്താണ്? ദ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ വെർട്ടിക്കൽ ഇംബാലൻസും ഉണ്ട്, ഹൊറിസോണ്ടൽ ഇംബാലൻസും ഉണ്ട്. വെർട്ടിക്കൽ ഇംബാലൻസ് എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. ടാക്സ് കളക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ജനറൽ ജനറേഷൻ കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സാക്ട്ലി അവിടെ എന്തുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡിസ്പാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഫോംസ് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേനും സെൻട്രൽ ഗവൺമെന്റിന് വലിയ രീതിയിലേക്കുള്ള ടാക്സ് കളക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നിശ്ചിത ശതമാനം നമുക്ക് ആർക്ക് കൊടുക്കേണ്ടതുണ്ട്? സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലേക്ക് വെർട്ടിക്കൽ ഇംബാലൻസ് എന്ന രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ഇംബാലൻസ് ആണെങ്കിലോ ഈ പറഞ്ഞ രീതിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എടുത്തു നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഒരു കപ്പാസിറ്റി, റവന്യൂ ജനറേഷൻ കപ്പാസിറ്റി, ഡെവലപ്മെന്റ് റിക്വയർമെന്റ്സ് എടുത്തിരിക്കുന്നതിനും ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ രീതിയാണ് അല്ലെ. ചില സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലേക്കുള്ള ഹയസ്റ്റ് റവന്യൂ ജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള പണം അവരുടെ കൈവശമുണ്ട്. നേരെ ചില സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന ഇൻകം ജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് അവർക്ക് എന്ത് കിട്ടാറില്ല, അധികം പണം അവരുടെ കൈവശം ഇല്ലാതെ വന്നേക്കാം. അപ്പം രണ്ട് തരത്തിൽപ്പെട്ട സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. വലിയ രീതിയിലേക്കുള്ള ഇൻകം ജനറേഷൻ കപ്പാസിറ്റി ഉള്ള സംസ്ഥാനങ്ങളുണ്ട്, ഇൻകം ജനറേഷൻ കപ്പാസിറ്റി കുറവുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഈ സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ദ ഹൊറിസോണ്ടൽ ഇംബാലൻസ്. അപ്പൊ വെർട്ടിക്കൽ ഇംബാലൻസും ഹൊറിസോണ്ടൽ ഇംബാലൻസും സോൾവ് ചെയ്യാന്നുള്ളതാണ് ആരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ജോബ് എന്ന് പറഞ്ഞിരിക്കുന്നത്.